വിമർശിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. കാരണം വിമർശനത്തിന് വേണ്ടി വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 3D ഫിലിമാണ്. ഈ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നത്. കാരണം ലാലേട്ടൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പടത്തിന് നല്ല അമേസിങ് എക്സ്ട്രോർഡിനറി പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു ഫിലിമാണ്. എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ മലയാളത്തിൻ്റെ മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതമായി വരുന്ന ബറോസ് 3D ചിത്രം റിലീസാവണം. സിനിമയിലുണ്ടെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. മൂവി നന്നായിരുന്നു, എൻജോയ് ചെയ്തു. കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിന് ഇച്ചിരി കൂടെ കംഫർട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നന്നായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു പടം. നന്നായിരുന്നു പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. കാരണം പിള്ളേർ എസ്പെഷ്യലി അവരെ വർക്കൗട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം 44 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ അവതരിച്ച ലാലേട്ടൻ പിന്നെ മലയാളത്തിൻ്റെ മഹാനടനായി മാറി. വിമർശിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. കാരണം വിമർശനത്തിന് വേണ്ടി വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 3D ഫിലിമാണ്. ഈ 3D ഫിലിം മലയാള സിനിമയിൽ ആദ്യം സംവിധാനം ചെയ്യുന്ന ഫസ്റ്റ് സംവിധായകൻ തന്നെ 3Dയിലേക്ക് എടുത്ത ആ ഒരു എഫേർട്ട്, 3D എഫക്റ്റൊക്കെ, വിഷ്വൽ എഫക്ട്സൊക്കെ അൺബിലീവബിൾ. വളരെ നന്നായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും. അതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം പിള്ളേരാണ് നമ്മൾ എസ്പെഷ്യലി ഇതിൻ്റെ ബറോസ് പപ്പ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ക്രിസ്മസ് പപ്പയായിട്ട് എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന് മാത്രം. അടിപൊളി പടമാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നത്. കാരണം ലാലേട്ടൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളിയുടെ ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസ്, 40 വർഷത്തെ എക്സ്പീരിയൻസ്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നമ്മൾ ഒരുപാട് തവണ വിസ്മയിപ്പിച്ച ലാലേട്ടൻ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിട്ട് നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ടീം അതായത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഡയറക്ഷൻ സൈഡ് മാത്രമല്ല, ടെക്നിക്കൽ സൈഡ്, VFX, 3D എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പല സോങ്സും പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലേസ്മെൻറ്റ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പ്ലേസ് ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്. എല്ലാം സൂപ്പറായിരുന്നു. ക്യാരക്ടർ ഒരു നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെയാണ്. പ്രഡിക്റ്റബിൾ, എല്ലാം നൈസാണ്. സംഭവം മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാം. വാച്ചബിളാണ്, എൻജോയബിളാണ്. അത്ര കുഴപ്പമില്ല. ഒരു ഡീസൻറ്റ് പടമാണ്. പക്ഷേ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ അത്ര എനിക്ക് ബുക്കിംഗ് ആയിട്ട് തോന്നിയില്ല. പടത്തിന് നല്ല അമേസിങ് എക്സ്ട്രോർഡിനറി പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ളൊരു ഫിലിമാണ്. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അതിൻ്റെ 3D ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ 3D അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പക്ഷേ ആസ് ഫാർ ആസ് ദ സ്ക്രിപ്റ്റ് ഇസ് കൺസേൺഡ് ഓർ ദ സ്ക്രീൻ പ്ലേ ഇസ് കൺസേൺഡ്, ഇറ്റ്സ് നോട്ട് ദറ്റ് ബുക്കിംഗ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നില്ല. എന്നാലും ഒരു മോണുമെൻ്റൽ അറ്റംപ്റ്റ് ആയിരുന്നു. നല്ലൊരു എഫേർട്ടായിരുന്നു ഫ്രം മോഹൻലാൽ ആസ് എ ഡയറക്ടർ. ബറോസ് നല്ലൊരു സിനിമയാണ്. എനിക്കൊന്ന് കൂടുതലും കുട്ടികൾക്കായിരിക്കും വർക്കാവുന്നതെന്ന് തോന്നുന്നു. 3D ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൊള്ളാം, സിനിമ കൊള്ളാം. എങ്ങനെ 3D കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? 3D വിഷ്വൽ എഫക്റ്റ് കൊള്ളായിരുന്നല്ല. ഇഷ്ടപ്പെട്ടത് വിഷ്വൽ ഇമേജ് തന്നെ ഇഷ്ടപ്പെട്ടത്. നമ്മൾ മലയാളം പടം കാണുന്ന ഒരു ഫീലല്ല. 3D നല്ല രസമുണ്ട്. 3D അത് തന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. നല്ല രസമുണ്ട് കാണാൻ. 3D ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. 3D ഒക്കെ നല്ല എഫക്ഷനുണ്ട്. കാണാനൊക്കെ സൂപ്പർ അടിപൊളി. ഫാമിലി ആയിട്ടൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ, ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്ന് പോയൊരു മൂവിയാണ്. 3D കുഴപ്പമൊന്നുമില്ല. കൊച്ചുപിള്ളേർക്ക് കുറച്ച് ഈ പോർച്ചുഗീസ് പാർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സബ് ടൈറ്റിൽ കുറച്ച് മനസ്സിലാവാൻ ഇത്തിരി പാടുപെടും. ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം വരും. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കൊച്ചുപിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഫാമിലി കയറും. ടെക്നിക്കൽ സൈഡ് നല്ലതാണ്. 3D സൈഡ് വളരെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ചെറിയ എല്ലാവരും വന്ന് കാണുക. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D സീൻ പോളി സിനിമ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ. എങ്ങനെയുണ്ട് 3D കാര്യങ്ങൾ? 3D എഫക്ട്സ് നന്നായിട്ട് ചെയ്യേണ്ട. വിഷ്വൽ എഫക്ട്സ് മറ്റ് 3D ഫിലിമിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലുണ്ട്. 3D കാര്യങ്ങൾ 3D ഒക്കെ സെറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. കൊള്ളാം. എങ്ങനെയുണ്ട് പടം? കൊള്ളാം, കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല പടം. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാം. എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് പാരൻസ് ഇത് കേൾക്കേണ്ടതാണ്. കുട്ടികൾ നന്നായിട്ട് കാണുന്ന ഒരു പടമാണ്. 3D തന്നെ കാണുക. ഈ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ നോക്കണം. VFX നന്നായിട്ടുണ്ട്. മലയാളം കണ്ടതിന് ഒരു നല്ലൊരു VFX ആണ്. നന്നായിട്ട് കയറി പോയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ, ആ ഒരു ലാസ്റ്റ് പടം കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക്. സംവിധാനം മോഹൻലാൽ എന്ന ഇത് കാണിക്കുമ്പോൾ ഒരു അപ്ലോസ് ഉണ്ടല്ലോ. നൈസാണ്. കൊള്ളാം. വർക്കൊക്കെ കൊള്ളാം, നല്ലതാണ്. പിന്നെ ഫാമിലി പ്രേക്ഷകർക്ക് കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ. 3D വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഒരു ഹോളിവുഡ് ലെവലിൽ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 3D സിനിമ കാണുന്നത് ആ ഒരു ഫീലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട